ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം ഒന്ന് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യം വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച 7 മണിക്ക് അപ്ലോഡ് ചെയ്യുമായിരുന്നു. പിന്നെ ശനിയാഴ്ച 7 മണിക്കാക്കി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ശനിയാഴ്ച എന്ന് പറഞ്ഞ വീക്കിൻ്റെ അവസാനമല്ലേ, വീക്കിൻ്റെ തുടക്കത്തിൽ ഇടുകയല്ലേ നല്ലത്. അങ്ങനെ ഇപ്പോൾ അത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഇന്ന് മാർച്ച് 8 വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ചില വനിതാ ദിന ചിന്തകൾ പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. ഒരു ആൺകുട്ടിയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യമായിരിക്കാം. ഞങ്ങളുടെ വീട്ടിൽ 6 മക്കളായിരുന്നു, 3 ആണും 3 പെണ്ണും. ആൺകുട്ടികളായതുകൊണ്ട് എൻ്റെ സഹോദരർക്ക് കൂടുതൽ അവകാശമോ സ്വാതന്ത്ര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളെല്ലാവരും കർശന നിയന്ത്രണത്തിലാണ് വളർന്നത്. അതായത് ലിംഗപദവിയിലൊരു തുല്യത വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് പെൺകുട്ടിയായി പോയതിലൊരു വിഷമമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൺകുട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ചിന്തയും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വളരെ കൂടുതൽ ഇടപഴകിയ പുരുഷന്മാർ എല്ലാവരും തന്നെ സ്ത്രീപക്ഷവാദികളായിരുന്നു. അതിൽ സ്ത്രീ എന്നുള്ള പരിമിതികളൊക്കെ മറികടക്കാൻ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയ 3 പുരുഷന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാമെന്ന് കരുതി. ഒന്നാമത്തെ ആൾ എൻ്റെ അപ്പച്ചനാണ്. പ്രസംഗം എന്നുള്ളൊരു കലയിൽ താല്പര്യം ഉണ്ടാക്കി തന്നത് അപ്പച്ചനാണ്. പ്രസംഗിക്കാൻ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സഭാകമ്പം മാറ്റിത്തരുന്നതിൽ, അല്ലെങ്കിൽ ഏത് സദസ്സ് മുന്നിലിരുന്നാലും അവരോട് സംസാരിക്കാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നതിൽ അപ്പച്ചൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പച്ചൻ ഫിസിക്സ് പ്രൊഫസറായിരുന്നു. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ എറണാകുളത്തെ ടൗൺ ഹാളിൽ അസീസി കലാകേന്ദ്രത്തിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു. പൊന്നുരുന്നിയിലെ കപ്പൂച്ചിൻ ആശ്രമം മുൻകൈയെടുത്താണ് അത് നടത്തിയത്. അപ്പോൾ അന്ന് ടൗൺ ഹാളിൽ വന്ന സദസ്സിനോട് സ്വാഗതം പറയാൻ അപ്പച്ചനെ ഏൽപ്പിച്ചു. അപ്പച്ചൻ എന്ത് ചെയ്യുന്നോ, എന്നോട് പറഞ്ഞു, എൻ്റെ ഈ അവസരം ഞാൻ നിനക്ക് തരികയാണ്, നീ സ്വാഗതം പറയണം. ഞാനൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ അന്ന് ഞാനതിന് യെസ് പറഞ്ഞു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അപ്പച്ചൻ പ്രസംഗമെല്ലാം എഴുതി തന്നു. ഞാൻ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. അപ്പോൾ അന്ന് ടൗൺ ഹാളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കാൻ കഴിഞ്ഞത് എനിക്കുണ്ടാക്കി തന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. പിന്നെ പല അവസരങ്ങളിലും അപ്പച്ചൻ പ്രസംഗം ക്ഷമാപൂർവ്വം എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. എഴുതി തന്ന പ്രസംഗങ്ങളെല്ലാം കാണാതെ പഠിച്ച് വളരെ വിജയകരമായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ അത് എൻ്റെ ഒരു ശീലമായിട്ട് മാറി. എനിക്ക് നന്ദി പറയാനുള്ള ആദ്യത്തെ പുരുഷൻ എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. അപ്പച്ചനിപ്പം ജീവിച്ചിരിപ്പില്ല, അത് വലിയൊരു സങ്കടമാണ്. MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. MSc സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് മകനുണ്ടായി. അങ്ങനെ സ്ത്രീ സഹജമായ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയാണ് ഞാൻ എൻ്റെ MSc പഠനം പൂർത്തിയാക്കിയത്. അപ്പോഴൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് എൻ്റെ ഭർത്താവ് മാത്യു. കുട്ടികളെ വളർത്തുന്ന ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ, അതൊക്കെ ഷെയർ ചെയ്യാനും ആ ഒരു ലിംഗ പദവി ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാതെ ഒരു കരിയർ കണ്ടെത്താനും അത് നന്നായിട്ട് വളർത്തിയെടുക്കാനുമുള്ള സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം, ഒന്നിനും തടസ്സം നിന്നിട്ടില്ല. ഞാൻ റിട്ടയർ ചെയ്തിട്ട് കുറേ വർഷങ്ങളായെങ്കിലും യൂട്യൂബ് ചാനലിലും പരിശീലന രംഗത്തുമൊക്കെ തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ എൻ്റെ പ്രിൻസിപ്പളായിരുന്ന മാധവൻ സാറാണ്. ട്രെയിനിങ് എൻ്റെ ഒരു പാഷനാണെന്ന് മനസ്സിലാക്കി തന്നത് അദ്ദേഹമാണ്. പിന്നെ ഈ പുരുഷന്മാരെയൊക്കെ സ്ത്രീപക്ഷവാദികളാക്കി മാറ്റുന്നതിൽ എൻ്റെ ഒരു മനോഭാവവും കാരണമായി എന്ന് പറയാട്ടോ. ഈ വനിതാ ദിനത്തിൽ ഈ 3 പേരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം കേട്ടോ, ഈ സ്ത്രീ ജന്മം എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ജന്മമാണ്. ഇതിലും നല്ലൊരു ജന്മമൊന്നും കിട്ടാനില്ല. അത് ബോധ്യപ്പെടാതെ വരുമ്പോഴാണ് സ്ത്രീകൾ ചിന്തിക്കുന്നത്, ഒരു പുരുഷനായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്ത്രീയായിട്ട് ജനിക്കുക എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ ജന്മമാണെന്ന് തെളിയിക്കാനുള്ള ചില വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് സ്ത്രീയെ വാഴ്ത്തിപ്പുകഴ്ത്തലൊന്നും അല്ല കേട്ടോ, ഇത് ജീവശാസ്ത്രപരമായ വസ്തുതകളാണ്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രകൃതി തീരുമാനിച്ചിരിക്കുന്ന വ്യത്യാസമാണ് സെക്സ്, ലിംഗവ്യത്യാസം. ഈ ലിംഗവ്യത്യാസം ഉണ്ടാക്കുന്നത് ഈ ക്രോമസോം ഘടനയിലുള്ള വ്യത്യാസമാണ്.
XY എന്നുള്ള 2 ക്രോമസോമുകളുണ്ട്. സ്ത്രീയുടെ അണ്ടത്തിൽ X ക്രോമസോം മാത്രമേ ഉള്ളൂ. X ക്രോമസോമുകൾ അടങ്ങുന്ന പുരുഷബീജങ്ങളുണ്ട്, Y ക്രോമസോമുകൾ അടങ്ങുന്ന പുരുഷബീജങ്ങളുണ്ട്. സ്ത്രീയുടെ അണ്ടത്തിലുള്ള X ക്രോമസോം ക്രോമസോമുള്ള പുരുഷബീജവുമായിട്ടാണ് ചേരുന്നതെങ്കിൽ അവിടെ ഒരു XX കോമ്പിനേഷൻ ആണല്ലേ, പെൺകുഞ്ഞുണ്ടാവും. അതേസമയം സ്ത്രീയുടെ അണ്ടത്തിലുള്ള X ക്രോമസോം Y ക്രോമസോമുള്ള പുരുഷബീജവുമായിട്ടാണ് ചേരുന്നതെങ്കിൽ അവിടെ ഒരു XY കോമ്പിനേഷനാണ്, ആൺകുഞ്ഞുണ്ടാവും. ജീവൻ ഉണ്ടാകുമ്പോൾ തന്നെ ലിംഗനിർണയം നടക്കുന്നു എന്നുള്ളതാണ്. X ക്രോമസോം വളരെ പ്രധാനപ്പെട്ട ജനിതക നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ക്രോമസോമാണ്. അത് 2 സ്ത്രീക്ക് ഉണ്ടെന്നുള്ളത് വളരെ അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. ഈ മെയിൽനെസ്സിലേക്ക് കൊണ്ടുപോകുന്ന ചില ജനിതക നിർദ്ദേശങ്ങളാണ് Y ക്രോമസോമിലുള്ളത്. പ്രധാനപ്പെട്ടതെല്ലാം X ക്രോമസോമിലാണ്. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യവർഗത്തിലെ സ്ത്രീയും പുരുഷനും ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രകൃതിയുടെ ഉദ്ദേശം അതാണ്. അതിനു പറ്റിയ സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് സ്ത്രീയും പുരുഷനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തലമുറകൾ നിലനിൽക്കുന്നതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് സ്ത്രീയാണ്. അതുകൊണ്ട് അവൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. സ്ത്രീക്ക് അതുകൊണ്ട് പ്രകൃതി വളരെ പ്രത്യേക സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചില തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ശിശു മരണനിരക്ക് എടുത്തു കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങളുടെ മരണനിരക്ക് ആൺകുഞ്ഞുങ്ങളുടെ മരണനിരക്കിനേക്കാൾ കുറവാണ്. അബോർഷന് കൂടുതൽ സാധ്യതയുള്ളത് മെയിൽ എംബ്രിയോസിനാണ്. ഒരേ സാഹചര്യത്തിൽ ജീവിക്കാൻ അനുവദിച്ചാൽ ആയുർദൈർഘ്യം കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടുതൽ ബാധിക്കാൻ ഇടയുള്ളത് പുരുഷന്മാരെയാണ്. 3, നമ്മൾ പുരുഷ മേധാവിത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഈ പുരുഷ മേധാവിത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുരുഷൻ്റെ മസിൽ പവറാണ്. പക്ഷേ പ്രകൃതി മേധാവിത്വം വിഭാവന ചെയ്തിട്ടേയില്ല. കാരണം അവിടെ മസിൽ പവർ കൊടുത്തപ്പോൾ സ്ത്രീക്ക് കിട്ടിയത് ശരീരത്തിൻ്റെ ത്രാണിയാണ്. ത്രാണി എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവാണ്. ഈ ത്രാണി ഉള്ളത് കൊണ്ടാണ് പ്രസവം പോലെയുള്ള സങ്കീർണമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സ്ത്രീ പ്രാപ്തയാകുന്നത്. അപ്പോൾ പ്രകൃതി വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും അതിജീവനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും പുരുഷന്മാർ പകച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ മുന്നിട്ടിറങ്ങി പലതും ചെയ്യുന്നത് സ്ത്രീകളാണ്. അത് നമ്മൾ പല സന്ദർഭങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ഞാനൊരിക്കൽ ഒരു പുസ്തക പ്രകാശനത്തിന് പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു സാഹിത്യകാരൻ എന്നോട് പറഞ്ഞു, അയാളുടെ ചെറുപ്പത്തിലേ തന്നെ അച്ഛൻ മരിച്ചുപോയി. അയാൾ പറഞ്ഞത്, അച്ഛന് പകരം അമ്മയാണ് മരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളൊക്കെ പാറാപറന്തലയായി പോയേനെന്ന്. നമ്മുടെ ഒരു നാടൻ പ്രയോഗമാണ്. അതായത് ആ സ്ത്രീയുടെ അതിജീവനത്തിനുള്ള ആ ഒരു കഴിവിനെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തതാണ്. 4ാമത്തെ കാര്യം, ജീവിത വിജയത്തിന് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് കമ്മിറ്റ്മെൻറ്റ്. ഒരു കാര്യം അർപ്പണബോധത്തോടു കൂടി ചെയ്യുക എന്നുള്ളത്. സ്ത്രീ അക്കാര്യത്തിൽ പുരുഷനേക്കാൾ മുന്നിലാണ്. കാരണം ജീവശാസ്ത്രപരമായ ദൗത്യമുണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്മിറ്റ്മെൻ്റാണ്. അക്കാര്യത്തിൽ പുരുഷനേക്കാൾ മുന്നിലാണ് സ്ത്രീ. 5ാമത്തെ കാര്യം, ഒരു ചാക്ക് നിറയെ അരി ഒരു കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് എത്തിക്കണമെന്ന് കരുതുക. ഒരു പുരുഷനാണെങ്കിൽ ചിലപ്പോൾ അത് തോളത്തേക്കെടുത്ത് ഒറ്റയടിക്ക് നടന്ന് അത് മുകളിലെത്തിക്കും. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് പലപ്പോഴും അത് സാധ്യമാകണമെന്നില്ല, പൊതുവായി പറഞ്ഞാൽ. പക്ഷേ സ്ത്രീ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് കുറേശ്ശെ മുകളിലേക്ക് എത്തിക്കും. കൺസിസ്റ്റൻസി എന്ന് പറയും. അത് തീരുന്നവരെ അവൾ ചുമന്ന് മുകളിലെത്തിക്കും, ആ ലക്ഷ്യം നേടുന്നത് വരെ. ഇതിനെ നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാം അല്ലേ. കുറച്ചായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തായാലും സ്ത്രീ പുരുഷനേക്കാൾ മുന്നിലായിരിക്കും. പുരുഷനെ സംബന്ധിച്ച് അയാൾ ശ്രമിക്കുക ഒറ്റയടിക്ക് ഇത് മുകളിലെത്തിക്കാനാണ്. അല്ലാതെ പതുക്കെ ഇത് എത്തിക്കുക എന്നുള്ളത് അയാൾക്ക് അത്ര താല്പര്യമുള്ള വിഷയമാകണമെന്നില്ല. കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. സക്സസിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നമ്മൾ കരുതുന്ന 1 അർപ്പണബോധം, 2 കൺസിസ്റ്റൻസി. ഇത് രണ്ടും സ്ത്രീയുടെ വലിയ സവിശേഷതകളാണ്. 6ാമത്തെ കാര്യം, ഈ മസിൽ പവറുള്ള വലിയ ജോലികൾ ചെയ്യാനുള്ള ഒരു സംവിധാനം സ്ത്രീയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം പല ജോലികൾ ചെയ്യുക. അത്യധ്വാനം ഉള്ള ജോലികളല്ലല്ലോ ചെയ്യുന്നത്, അധ്വാനം കുറഞ്ഞുള്ള ജോലികളായതുകൊണ്ട് ഒരേ സമയത്ത് പല ജോലികൾ ചെയ്താണ് അവൾ മികവിലേക്ക് എത്തുന്നത്. അതും സ്ത്രീക്കുള്ള വലിയൊരു അനുകൂല ഘടകമാണ്. ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മസിൽ പവറിൻ്റെ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പല രംഗങ്ങളിലും മസിൽ പവർ അല്ല ഇപ്പോൾ വേണ്ടത്, മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരേ സമയത്ത്
പല ജോലികൾ ചെയ്യാനുള്ള കഴിവും ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും ഇതെല്ലാമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇക്കാര്യങ്ങളിലെല്ലാം സ്ത്രീ പുരുഷനേക്കാൾ മുന്നിലാണ്. നീയോ ഞാനോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടി അല്ലോട്ടെ ഈ വീഡിയോ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലാതെ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടം, ജനസംഖ്യയിൽ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ ഈ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അത് വീടുകൾക്കുള്ളിലും അടുക്കളയിലും മാത്രമായി ഒതുങ്ങിപ്പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന വലിയൊരു നഷ്ടമുണ്ട്. ഈ പൊട്ടൻഷ്യൽ പ്രയോജനപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ കാരണം സ്ത്രീയുടെ ചില മെൻ്റൽ ബ്ലോക്സ് ആണ്. അത് കാലാകാലങ്ങളായി ചില കണ്ടീഷനിങ്ങിലൂടെ അവളിൽ ഉണ്ടായിത്തീർന്നതാണ്. അതിൽ നിന്ന് അവളെ മോചിപ്പിച്ചെടുക്കാൻ അവൾക്ക് കൊടുക്കുന്ന ഏതൊരു സപ്പോർട്ടും ഒരുപാട് ഗെയിൻ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ടാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിൻ്റെ തീം ഗീവ് ടു ഗെയിൻ. സ്ത്രീക്ക് പല രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന അവസരങ്ങൾ, വിദ്യാഭ്യാസം, മറ്റ് സംവരണങ്ങൾ എല്ലാം തിരിച്ച് നമുക്ക് തരുന്ന വലിയൊരു ഗെയിൻ, അതേപ്പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഗിവ് ടു ഗെയിൻ. സ്ത്രീക്ക് കൊടുക്കുമ്പോൾ അതൊരു വെറും കൊടുക്കൽ മാത്രമല്ല, അതിനെത്രയോ മടങ്ങ് തിരിച്ചു കിട്ടുന്ന ഒരു പ്രവൃത്തിയാണത്. അപ്പോൾ ഈ വർഷത്തെ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള തീം ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്ത്രീയുടെ ഈ ഒരു പൊട്ടൻഷ്യൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിനെന്താണ് അവൾക്ക് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതിൽ സ്ത്രീക്കുള്ള ഉത്തരവാദിത്വം. എൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്കെന്താണ് കൊടുക്കേണ്ടത്, ആ ഒരു ചിന്ത സ്ത്രീക്കും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. അനുഗ്രഹീതമായ സ്ത്രീജന്മത്തിൻ്റെ എല്ലാ സത്ഫലങ്ങളും അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു സൗഹൃദാന്തരീക്ഷം ഇവിടെ ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇവിടെ വളരട്ടെ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്